കോട്ടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ 2024-25 കുടുംബസംഗമത്തിന്റെ ഭാഗമായി സെന്റ് തോമസ് സുവിശേഷ സംഘം അവതരിപ്പിക്കുന്ന ലഘുനാടകം സന്മനസ്സുള്ളവർക്ക് സമാധാനം. രചന റവറൻഡ് ഫാദർ ഏബ്രഹാം പി ജോർജ് പാറമ്പുഴ. സംവിധാനം രാജു മടുക്കോലി. ഏലിയേ, ഏലിയേ, ഇവളിത് എവിടെ പോയി കിടക്കുകയാ? വിളിച്ചായിരുന്നോന്ന് ചെവി കേൾക്കത്തില്ലയോ? അപ്പോൾ നീ വയസ്സായെന്ന് ചുരുക്കം. ഓ, വയസ്സാകാത്ത ഒരാളെ വടിയും കുത്തിയ നടപ്പേ. ദേ, ബാക്കി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ ഇങ്ങനെ അങ്ങ് പിണങ്ങാതടി പെമ്മറന്നോരെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലയോ. നീ ഇതൊക്കെ കളഞ്ഞേച്ച് എൻ്റെ അരികിൽ വന്ന് നിൽക്കേ. വയസ്സായില്ലയോ ഉതുപ്പാൻ ചേട്ടാ, ഇനി ഈ പൂതിയൊന്ന് കുറയ്ക്കരുതോ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലയോടി എലിയാമ്മ ചേട്ടത്തി. ക്രിസ്മസാ വരുന്നത്. പോരാത്തതിന് പിള്ളേരും വരുമെന്ന് പറഞ്ഞില്ലേ. ഞാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിള്ളേർ വരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഉത്സാഹമേ. ബാക്കിയുള്ളവർ ഇവിടെ തേരാ പാരാ നടന്നാൽ പലഹാരവുമില്ല, ഒരു വ്യവഹാരവുമില്ല. ഒരു കുമ്പളപ്പം തിന്ന കാലം മറന്നു. നിങ്ങൾക്ക് പഞ്ചാരയല്ലയോ മനുഷ്യ? നമ്മുടെ ഇടവകയിലെ ആദ്യ ഫലപ്പെരുന്നാളിന് നിങ്ങൾ കുമ്പിളപ്പം വാങ്ങി പാത്തിരുന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്ന് എത്ര തീയതി? ക്രിസ്തുമസിന് ഇനി എത്ര ദിവസം കൂടിയുണ്ട്? ഇന്ന് 22. 3 ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്. പിള്ളേര് വരുമായിരിക്കും അല്ലേടി? കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുൻപത്തെ കൊല്ലവും കാത്തിരുന്നു, വന്നില്ല. എബിമോനെ ഒന്ന് കാണാൻ കണ്ണോദിക്കുകയാ. അവനിപ്പം വലുതായി കാണും. എന്റെ ചായയാണെന്നല്ലേ നീ പറയുന്നത്? അവനിപ്പോൾ 13 വയസ്സായി. വല്യപ്പച്ചനെ പറിച്ചു വെച്ചിരിക്കുകയല്ലോ. 8 വയസ്സുള്ളപ്പോൾ കണ്ടതാണ് അവനെ. നിലത്തും താഴെയും വയ്ക്കാതല്ലേ നമ്മുടെ മോനെ നമ്മൾ വളർത്തിയത്. നല്ല വിദ്യാഭ്യാസവും കൊടുത്തു, ഇഷ്ടപ്പെട്ട വിവാഹവും നടത്തിക്കൊടുത്തു. ദൈവം സഹായിച്ച് നല്ല ഉദ്യോഗവും കിട്ടി. പക്ഷേ അവനിപ്പോൾ നമ്മളെ വന്ന് കാണാൻ സമയമില്ല. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും മുതിരുന്നില്ല. എന്താടീ അവനിങ്ങനെ? ഞാൻ എന്തു പറയാനാ? നിന്റെ അല്ലേ മകൻ, നീ തന്നെ പറ. കുറ്റം വല്ലതുമുണ്ടെങ്കിൽ എൻ്റെ മോൻ, നല്ലത് വരുമ്പോൾ നിങ്ങളുടെ മോൻ. എഞ്ചിനീയറിന് റാങ്ക് വാങ്ങിയപ്പോൾ എന്തായിരുന്നു ഒരു വീമ്പ്. ഡി എലി, എഞ്ചിനീയറല്ല, എഞ്ചിനീയർ എന്നാണെന്ന് എത്ര വട്ടം പറഞ്ഞതാ. ഓ, പിന്നെ രണ്ടും ഒന്ന് തന്നെയാ. നമുക്ക് വലിയ പഠിപ്പും പത്രാസും ഒന്നുമില്ലേ. പിന്നെ ഒരു കാര്യം, എന്നെ എലിന്ന് വിളിച്ചേക്കല്ലേ. എൻ്റെ പേര് ഏലി എന്നാ, ഏലി. അവന് നമ്മോടെ സ്നേഹക്കുറവൊന്നും കാണുകയല്ല അല്ലേടി? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അമേരിക്കയിലെ ജീവിതമല്ലയോ. നേരവും കാലവും ഒന്നും നോക്കാതെ ജോലി ചെയ്യേണ്ടി വരും. വലിയ ഉത്തരവാദിത്തമല്ലേ ഈ എഞ്ചിനീയറിന്. ദേ പിന്നെയും വന്നു എഞ്ചിനീയർ. കൈസറേ, ആരാടാ? ആ മത്തായിച്ചനോ? നിന്നെ ഞാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. സീസണായ പിന്നെ മത്തായെ പിടികിട്ടുകയില്ല. ബിസിയാണേ. പിന്നെ ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് അത്യാവശ്യക്കാർക്ക് ബന്ധപ്പെടാം. പക്ഷേ കൂടെ കൂടെ SMS എന്നും പറഞ്ഞൊരു സാധനം വരും. ഇംഗ്ലീഷാ. നമുക്ക് വായിക്കാൻ അറിയാമോ? ഇല്ലേ, ഇല്ല.
നായ്ക്ക് നാളികേരം കിട്ടിയതുപോലെ. ആ കൊച്ചമ്മേ, മോരും വെള്ളം കാണുമോ? ഇത്തിരി എടുക്കാൻ മത്തായിക്ക് ദാഹിക്കുന്നു. മോരും ഒന്നുമില്ല, വല്ല കാപ്പിയോ ചായയോ തരാം. എന്നാൽ ഒരു A1 കപ്പൂസിനെങ്കിൽ പോരട്ടെ. പാലൽപ്പം കൂടിയാലും പഞ്ചാര കുറയ്ക്കേണ്ട. അതെന്താ മത്തായിച്ച ഈ കപ്പൂസിനോ? ഓ, അത് ഈ ചെറുപ്പക്കാരുടെ കൂടെയുള്ള സഹവാസം കൊണ്ടാ. അവരുടെ കൂടെ പോയാല് ഇതൊക്കെ വാങ്ങിത്തരും. സാധനം കാപ്പി തന്നെയാ. ഇവിടെ കുപ്പൂസീനോ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യമാണെങ്കിൽ കപ്പയോ മീൻകറിയോ തരാം. എന്നാ കൊച്ചമ്മ ഒരു സാധാ കാപ്പി ഇങ്ങിട്ടതാ. ഡോ മത്തായിച്ച, താൻ ഇരിക്കെ. ഞാൻ അന്വേഷിച്ചത് ഒരു കല്യാണക്കാര്യത്തിനാ. എൻ്റെ ഇളയാപങ്ങൾ അടിവാരത്ത് കെട്ടിച്ച അച്ചാമ്മയുടെ മകനു വേണ്ടിയാ. നിന്റെ കയ്യിൽ കൊള്ളാവുന്ന വല്ലതും ഉണ്ടോ? എത്ര വേണം? നല്ല കാലക്കം പെൺകുട്ടികൾ. ദേ, മാത്തായി ഒന്ന് കണ്ണുവെച്ചാൽ ഇങ്ങു വരും പെൺകുട്ടികൾ. നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞടി മത്തായിച്ചോ. കാണാൻ ചന്തമുള്ള, നല്ല ദൈവഭയമുള്ള, അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാ വേണ്ടത്. ഒന്ന് നിർത്തി പറഞ്ഞ്. കാണാൻ ചന്തമുള്ളത്, നല്ല ദൈവഭയമുള്ളത്, അടക്കവും ഒതുക്കവുമുള്ളത്. ഇതെന്ത് കുന്ത്രാണ്ടമാണ്ട എന്റെ മത്തായിച്ച. അപ്പം നിന്റെ പഴയ ഡയറിയൊക്കെ അങ്ങ് കളഞ്ഞോ? ഇപ്പം എല്ലാം ഓൺലൈൻ അല്ലേ? ലോകത്തിന്റെ ഏത് കോണിലുള്ള പെമ്പിള്ളാരെ വേണമെങ്കിൽ ഈ വിരലൊന്ന് തൊട്ടാ മതി എനിക്ക്. ആ, ഇത് നോക്കിക്കേ. 22 വയസ്സ്, നല്ല വെളുത്ത നിറം, അബുലോസ് അല്ല ആലീസ് എന്ന പേര്. സാധാരണ അവൾ വാ തുറക്കാറില്ല. തുറന്നാ പിന്നെ ഒട്ട് വടയ്ക്കാറുമില്ല. അതെന്താ അങ്ങനെ? അവൾ റെയിൽവേയിൽ അനൗൺസറാ. നല്ല താഴ്മയും സ്നേഹവും ഉള്ള കുട്ടിയാണ് അവർക്കോ നോട്ടം. എന്നാ പിന്നെ ഇത് നോക്കാം. പേര് സ്നേഹപ്രഭ. പഠിത്തം +2 ഫെയില്. നല്ല സ്നേഹമുള്ളവളാ. കാരണം നാട്ടിലെ ചെറുപ്പക്കാരോടെയൊക്കെ അങ്ങ് എന്തു സ്നേഹമാണെന്നോ. നീ തമാശകള. അവർ അമേരിക്കയിലാ. വല്ല BSc നേഴ്സിംഗ് പാസ്സായ കുട്ടികളുമുണ്ടോ? അമേരിക്കക്കാർക്കുള്ളത് എൻ്റെ ലാപ്ടോപ്പില്ല. ഇത് സാധാരണക്കാർക്കുള്ളതാ. അതെന്താ മറ്റേ ലാപ്ടോപ്പ് എടുക്കാതിരുന്നത്? കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ അക്കിടി പറ്റി. എന്തു പറ്റി? കറ തീർന്ന ഓർത്തഡോക്സുകാർ. ഉരച്ചു നോക്കിയാൽ മിന്നും. ഒറ്റ മോൻ, നല്ല സാമ്പത്തിക ശേഷി. പറ്റി ഒരാലോചന വന്നതാ. ഞാൻ പയ്യനെയും കൂട്ടി പെണ്ണ് കാണലിന് പോയി. പെൺകൂട്ടരോ കുറവിലങ്ങാടൻ പേര്. തെക്കും പാട്ടോ വടക്കും പാട്ടോ? തെക്കും പാട്ടെന്നാ പറഞ്ഞത്. അപ്പോൾ പകലോ മറ്റം. പറഞ്ഞു വരുമ്പോൾ ഭൂരിഭാഗവും പകലോ മറ്റമാ. പെണ്ണ് കാലിനിടയ്ക്ക് സ്വകാര്യ സംഭാഷണം പതിവാണല്ലോ. ചെറുക്കൻ പെണ്ണിന്റെ മുറിയിലോട്ട് കയറി. ആ, എന്നിട്ട് ഞാനൊരു ലഡു എടുത്ത് വായിലിട്ട സമയം ദാ വരുന്നു പാണം വിട്ടതുപോലെ പയ്യൻ. എന്നെ വിളിച്ചോണൊരൊറ്റ നടപ്പാ പുറത്തോട്ട്. എന്താണ് പറ്റിയത്? വല്ല അബദ്ധവും? പിന്നില്ലാതെ അബദ്ധം തന്നെ. മുറിയിൽ ചെന്ന പയ്യനോട് പെങ്കൊച്ച് പറയുക, പെൺകൊച്ച് തന്തയും തള്ളയും അറിഞ്ഞോ? ഞാനൂടെ കേൾക്കട്ടടാ, ഇങ്ങോട്ട് ഉറക്ക പറ. അവൾ അവനോട് പറയുക അവൾ ബോണഗേനാണെന്ന്. അവനും ബോണഗേനായ കല്യാണം നടത്താമെന്ന്. അവള് തന്നെ ആയതാണോ? അവള് തന്റേടിയാ. അവള് ബാംഗ്ലൂർ പഠിക്കാൻ പോയിടത്തുനിന്നെങ്ങാണ്ട് പറ്റിച്ച പണിയല്ലയോ? എന്താ മനുഷ്യ, അവൾ എന്താ പറ്റിച്ചത്? എന്നോടൂടെ ഒന്ന് പറ. അവൾക്ക് ഇംഗ്ലീഷിൽ പറ്റിച്ചത് എന്താന്ന്? നിനക്ക് മനസ്സിലായില്ല അല്ലേ? അവൾ വീട്ടുകാരറിയാതെ ഏതോ പാസ്റ്ററുടെ കൂടെ കുളത്തിൽ പോയി മുങ്ങിയെന്നാ കേട്ടത്. എന്റെ ഈശോ മശിഹായേ. ആ ബഹളത്തിനിടയിൽ ലാപ്ടോപ്പ് എടുക്കാൻ അങ്ങ് മറന്നു. ഇന്ന് തന്നെ അവിടം വരെ ഒന്ന് പോണം.
പെണ്ണ് കാണൽ ചീറ്റി പോയെങ്കിലും വല്ല ചില്ലറയും തടയുമോന്ന് നോക്കണം. ഞാൻ പിന്നീട് ഇങ്ങോട്ട് വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നേരം നല്ലവണ്ണം ഇരുട്ടിയല്ലോ. അവൻ എന്താണ് താമസിക്കുന്നത്? തിരക്കി പോണോ? അമ്മേ അമ്മേ, വരുന്ന വഴിക്കുള്ള എല്ലാ വീട്ടിലും പുതിയ സ്റ്റാറും ക്രിസ്മസ് ട്രീയും ഒക്കെ ഇട്ടിരിക്കുക. അത് കണ്ട് ഞാൻ അങ്ങ് നിന്നുപോയി. ഞാൻ പറഞ്ഞല്ലേ വിട്ടത്, അവിടെയും എവിടെയും ഒന്ന് നോക്കി നിൽക്കാതെ വേഗം വരണമെന്ന്. അമ്മ പേടിച്ചോ? പിന്നല്ലാതെ, നിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അമ്മ പേടിക്കില്ലേ? അതും ഈ രാത്രിയിൽ. മോനല്ലാതെ പിന്നെ അമ്മയ്ക്ക് വേറെ ആരാണുള്ളത്? സോറി അമ്മ, ഞാൻ ഓർത്തില്ല. പക്ഷേ പുറത്ത് വലിയ ഇരുട്ടൊന്നുമില്ല. ഈ പഴയ സ്റ്റാർ ഇടേണ്ടി വന്നതിൽ മോന് വിഷമമുണ്ടെന്ന് അമ്മയ്ക്കറിയാം. നല്ലൊരു വലിയ സ്റ്റാർ വാങ്ങണം എന്ന് വിചാരിച്ചതാ. എന്ത് ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. സാരമില്ല, എനിക്ക് വിഷമമില്ല. പുതിയ ഉടുപ്പ് വാങ്ങാത്തേനും എനിക്ക് വിഷമമില്ല. അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലയോ? പപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയല്ലേ അങ്ങ് പോയത്. രാവിലെ ജോലിക്ക് പോയ ആളാണ്. ഒരു ടിപ്പർ അപകടം, അതിലെല്ലാം കഴിഞ്ഞു. നമ്മളെ അനാഥരാക്കി അദ്ദേഹം കടന്നുപോയി. അമ്മ കരയണ്ട. അമ്മ കരഞ്ഞാൽ ഞാനും കൂടെ കരയും. വികാരി അച്ഛൻ പറഞ്ഞത് ദൈവത്തിന് പപ്പായെ ഇഷ്ടമായിട്ടാണ് വേഗം കൂട്ടിക്കൊണ്ടുപോയെന്നല്ലേ? ഇല്ല മോനെ, അമ്മ കരയുന്നില്ല. കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? എല്ലാം ദൈവഹിതമെന്ന് ആശ്വസിക്കാം. അമ്മേതാ നമ്മുടെ പള്ളിയിലെ അപ്പച്ചൻ വന്നല്ലോ. ബാബുമോനെ, ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി? എന്താണ് അമ്മയും മോനും സീരിയസ് ആയി? വീണ്ടും കരച്ചിലും പിഴിച്ചിലുമാണോ? ഈ കണ്ണുനീരിനിയും തോർന്നില്ലേ? വന്നാലും സാറേ, ഈ കണ്ണീർ ഈ ജന്മം തോരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? തോരണം. തോർന്നെങ്കിലേ പറ്റൂ. മരണമെന്ന അനിവാര്യതയെ തോൽപ്പിക്കാൻ മനുഷ്യരാശി പ്രാപ്തരായിട്ടില്ല. സൃഷ്ടാവിൻ്റെ ഇഷ്ടം അതെന്തായാലും നടന്നേ മതിയാകൂ. ഇത് വാങ്ങിക്കോളൂ. എന്താണ് അപ്പച്ച, ഇതിൽ പടക്കമാണോ? പടക്കമൊന്നുമല്ല, ഒരു ചെറിയ കേക്കാണ്. ക്രിസ്മസ് ആയിട്ട് ബാബുമോൻ എന്തെങ്കിലും മധുരമുള്ളത് തരണമെന്ന് തോന്നി. അയ്യോ, സാറിന് ബുദ്ധിമുട്ടായില്ലേ? വേണ്ടായിരുന്നു. വേണമായിരുന്നു. ഞങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല അപ്പച്ച. എന്തു പറ്റി? ഗ്രേസിക്ക് ശമ്പളം കിട്ടിയില്ലയോ? ശമ്പളമൊക്കെ കിട്ടി. കടയിലെ പറ്റൊക്കെ തീർത്തിട്ട് ടൗണിലെങ്ങാനും പോയി ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഉടുപ്പും സ്റ്റാറും ഒക്കെ വാങ്ങാമെന്ന് മോനോട് പറയുകയും ചെയ്തതാ. എന്നിട്ടെന്തേ പോയില്ലേ? പോകുന്ന വഴി അനുജന്റെ വീട്ടിലൊന്ന് കയറി. അപ്പച്ചനെ ഒന്ന് കാണാമെന്ന് കരുതി. ആ, അത് നന്നായി. ചാക്കോച്ചാന് നടക്കാനും ഒന്നും വയ്യ എന്നാ കേട്ടത്. പള്ളിയിൽ കണ്ടിട്ട് കുറേ നാളായി. പ്രായവുമുണ്ട്. എന്തായാലും കൊച്ചുമകനെ കാണണമെന്ന ആഗ്രഹവും കാണും. അവിടെ ചെന്നപ്പോഴത്തെ കാര്യം ഒന്നും പറയണ്ട. അപ്പച്ചന് ഇരുള് വെളിവില്ലാത്ത പനി. 2-3 ദിവസമായി എഴുന്നേൽക്കാനേ വയ്യ. കിടന്നു വിറച്ചു തുള്ളുകയാ. സണ്ണിയില്ലേ അവിടെ? ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ലേ? സണ്ണി അവിടെ തന്നെയുണ്ട്. ചോദിച്ചപ്പോൾ പറയുകയാ, മൂത്ത മകന്റെ ഭാര്യ ഒരു പ്രാവശ്യം ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും വരില്ല, സ്വത്തൊക്കെ വീതിച്ച് തന്നതല്ലേന്ന്. വിദ്യാഭ്യാസമുണ്ടെന്ന് വെച്ച് വിവരമുണ്ടാകണമെന്നില്ല. അതുപോലെ നല്ല മനസ്സും. അച്ഛനൊക്കെ ഇടപെട്ടിട്ട ഈ വീട് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന്റെ വിരോധം അന്നേ ഉണ്ട്. അന്യായമായ കാര്യമൊന്നുമല്ല അച്ഛൻ ചെയ്തത്. നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്.
ആ, എന്നിട്ട് ചാക്കോച്ചാനെ ആശുപത്രിയിൽ കൊണ്ടുപോയോ? പിന്നല്ലാതെ. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അപ്പച്ചനെയും കുട്ടി ഞാൻ ആശുപത്രിയിൽ പോയി. മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തു. അപ്പച്ചന് പുതപ്പ് വേണമെന്ന് പറഞ്ഞു. അതും വാങ്ങിക്കൊടുത്തു. പിന്നെ കുറച്ച് എണ്ണയും കുഴമ്പും ഒക്കെ വാങ്ങി. അപ്പച്ചൻ പറയുകയായിരുന്നു, സണ്ണിക്ക് കാറുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, അത് അവരുടെ ആവശ്യത്തിന് മാത്രമുള്ളതാണെന്ന്. ചാക്കോച്ചാന് സന്തോഷമായോ? ഒന്നും പറയണ്ട, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഇവനെ കെട്ടിപ്പിടിച്ച് മൂർധാവിലൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ മോനെ തരാനെന്ന്. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ പകൽ സമയത്ത് ഇവിടെ ആരുമില്ലാതെ എന്തു ചെയ്യാനാണ്? ബാബുവിന് വിഷമമായോടാ? ഇല്ലപ്പച്ച, വല്യപ്പച്ചന്റെ സന്തോഷം കണ്ട് എനിക്കും സന്തോഷമായി. വല്യപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ചല്ലോ. വെരി ഗുഡ്. നിങ്ങൾ ചെയ്തത് വളരെ നന്നായി. ക്രിസ്തുമസ് ഇനിയും വരും. പക്ഷേ അടുത്ത വർഷം ക്രിസ്മസിന് വയസ്സായിരിക്കുന്ന ചാക്കോച്ചാൻ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ ചെയ്തത് ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളിലെന്ന പോലെ വയോധികരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ദൈവികാംശം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മാതാപിതാക്കൾക്ക് നേരെ കണ്ണടക്കിയാണല്ലോ സാറേ പുതുതലമുറ കൂടുതലായി ചെയ്യുന്നത്. വലിയ തെറ്റാണത്. ആ തെറ്റിൻ്റെ കാഠിന്യം അവർ മനസ്സിലാക്കുന്നില്ല. അത് കണ്ട് വളർന്നു വരുന്ന ഇളം തലമുറ എങ്ങനെ പെരുമാറുമെന്ന് പറയേണ്ടതില്ലല്ലോ. നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. മക്കളെ മാത്രമല്ല, നന്മയുടെയും കരുണയുടെയും വിത്ത് നിങ്ങളുടെ കുടുംബമാകുന്ന നല്ല നിലത്ത് വിതയ്ക്കണം. അവ 100-60 മേനി ഫലം തരും. വിശപ്പും ദാഹവും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. കീറിയ വസ്ത്രം തുന്നിക്കൂട്ടി ധരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞ്, ക്രിസ്മസിന്റെ സന്തോഷം എല്ലാവരും പങ്കുവെക്കുമ്പോൾ അവന് മാത്രം അത് സാധിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ നെഞ്ചു തകരുകയാണ് സാറേ. വിഷമിക്കരുത് ഗ്രേസി. ഇതുപോലെ മകനെ ചൊല്ലി വിലപിച്ച ഹാഗാറിന്റെ കഥ ഓർമ്മ വരികയാണ്. മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലിൽ ഒരിറ്റ് ദാഹജലം നൽകാൻ കഴിയാതെ തൻ്റെ അരുമ മകൻ മരണത്തിൻ്റെ പിടിയിൽ അമരുന്നത് കണ്ട് ആ അമ്മ ഹൃദയഭേദകമായി വിലപിച്ചു. സർവേശ്വരനോട് അപേക്ഷിച്ചു, കുട്ടി മരിക്കുന്നതിന് മുമ്പേ തൻ്റെ ജീവൻ എടുക്കണമേ എന്ന്. പക്ഷേ മരണമല്ല അവരെ തേടിയെത്തിയത്. വരണ്ട നിലത്തു നിന്നും കുളിർനീരരുവി പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത്. അത്യുന്നതന് അസാധ്യമായി എന്ത് കാര്യമാണുള്ളത്? ധൈര്യമായിരിക്കുക, എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുക. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അടുത്ത രംഗത്തോടുകൂടി ഈ ലഘുനാടകം അവസാനിക്കുന്നു. അഭിനേതാക്കൾ: ഉതുപ്പാൻ റിബു അലക്സ് ജോൺ, ഏലി സുനി ജോയ്, ഡാനിയൽ സാർ ജോയ് പി സി, ഗ്രേസി അനിത റിബു, മത്തായി ടോമി തെങ്ങുവേലിൽ, ബൗമോൻ റിയോൺ അലക്സ്. രംഗസജ്ജീകരണം ആൻഡ് കോർഡിനേറ്റർ രജിത് കരിമ്പിൽ. റെക്കോർഡിംഗ് സാൻഡോ ഗ്ലോറിയ ഓഡിയോ സ്റ്റുഡിയോ, തിരുവല്ല. എങ്കിലും കരോളുകാരെ കൊണ്ട് പാടിക്കാമായിരുന്നു. എന്തിനാ? ആർക്കു കേൾക്കാനാ? ഇത്രയും നാൾ കേട്ടില്ലേ? അതു മതി. പിള്ളേർ വരാത്തതിന് കരോളുകാരെന്ത് പിഴച്ചു? പിഴച്ചതെനിക്കാ. കുടുംബത്തോടും മക്കളോടുമുള്ള അന്ധമായ സ്നേഹം, അതാ പിഴച്ചത്. മകനെ കാണാനുള്ള കാത്തിരിപ്പ്, കൊച്ചുമകനെ വാരിപ്പുണരാനുള്ള ആശ, അതാണ് പിഴച്ചത്. അതൊരു പിഴവാണോ? ആണടി, ഈ വന്ന കാലത്തെ അതൊരു പിഴവ് തന്നെയാ. എല്ലാവരും അവനവനെ തന്നെ വേണം സ്നേഹിക്കുവാൻ. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്.
എന്നാൽ ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ സാങ്കുട്ടനുണ്ടായ വർഷത്തെ ക്രിസ്മസ്? അന്ന് കരോളുകാർ പാടാൻ വന്നത്. ഉണ്ടോ എന്ന്? വലിയൊരു പൂവൻകുല പഴിപ്പിച്ചല്ലേ എല്ലാവർക്കും കൊടുത്തത്. പാട്ട് കഴിഞ്ഞു പോകാൻ നേരം ദാനിയേൽ സാറ് പറഞ്ഞു, ഉതുപ്പാച്ച കുഞ്ഞിനെ ഇഞ്ഞു കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന്. ലോകം പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭാവത്തിലാണ് ഞാൻ തുണിയിൽ പൊതിഞ്ഞ എൻ്റെ മോനെ, എൻ്റെ സാംകുട്ടനെ അവിടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ ഈ വയസ്സിനെ വന്ന് കാണാൻ അവന് സമയമില്ല പോലും. മാമ്പൂ കണ്ടു മതിക്കരുതേ, മക്കളെ കണ്ടും കൊതിക്കരുതേ, മക്കളെ കണ്ടും കൊതിക്കരുതേ. മാനത്തെ മുകിലുകൾ പെയ്യാതെ പോകാം, മനസ്സിലെ മോഹങ്ങൾ നടക്കാതെ പോകാം, മനസ്സിലെ മോഹങ്ങൾ നടക്കാതെ പോകാം. വ്യർത്ഥമല്ലോ പലതും വ്യർത്ഥമല്ലോ, സ്വപ്നങ്ങൾ പലതും മിഥ്യയല്ലോ, പലതും മിഥ്യയല്ലോ, പലതും മിഥ്യയല്ലോ. ഉതുപ്പച്ചായോ, ഏലിയാമ്മച്ചേടത്തി, രണ്ടുപേർക്കും മെറി ക്രിസ്മസ്. വന്നാട്ട് സാറേ. സാർ ഇരിക്കെ. ഈ വയസ്സരുടെ ക്രിസ്തുമസിൽ എന്തു മെറിയാണ്. ഇത് നല്ല കൂത്ത്. വയസ്സായി എന്ന് വെച്ച് മേരി ഇല്ലാതെ ക്രിസ്മസ് ഉണ്ടോ? ഉണ്ണിയേശു ഉണ്ടോ? മേരിയുമുണ്ട്. വേണ്ട, നിന്റെ ജ്ഞാനമെടുത്ത് വിളമ്പല്ലേ. സാർ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ എന്നോടാണ്. പിള്ളേര് വരാഞ്ഞതുകൊണ്ട് കാണുന്നവരോടല്ലോ അങ്ങ് ദേഷ്യമാ സാറേ. കരോളുകാർ വന്നിട്ട് പാടിച്ചു പോലുമില്ല. അപ്പോൾ അവർ വരില്ല എന്ന് തീർച്ചയായോ? മരുമകളുടെ അപ്പച്ചൻ വൈകിട്ട് വിളിച്ചിരുന്നു. സാങ്കുട്ടൻ ഇത്തവണ നാട്ടിലേക്കില്ല എന്ന് അറിയിച്ചു. എത്ര ആഗ്രഹിച്ച് കാത്തിരുന്നാണെന്ന് അറിയുമോ? 3 വർഷമായി അവരെ കണ്ടിട്ട്. സാർ ഇത് കണ്ടോ? നടക്കാൻ മേലാഞ്ഞിട്ടും പട്ടണത്തിൽ പോയി മുന്തിയ കടയിൽ നിന്നും വാങ്ങിയതാ എൻ്റെ ബിമോനൊരുടുപ്പ്. ഇത് പിടിയിച്ച് അവൻ്റെ കൈയും പിടിച്ച് പാതിരാ കുർബാനയ്ക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. നീ ഇപ്പോൾ ഉതുപ്പച്ചായൻ സമാധാനിക്കൂ. ആ വിഷമവും നിരാശയും എനിക്ക് മനസ്സിലാക്കാം. ആശയുടെയും നിരാശയുടെയും ആകെത്തുകയല്ലേ ജീവിതം. ദൈവം അനുവദിച്ചാൽ അടുത്ത ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ അവർക്ക് വരാമല്ലോ. അതുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്നതിന് വല്ല ഉറപ്പുണ്ടോ? പെട്ടിയിൽ വെക്കുമ്പോളായിരിക്കും അവരുടെ വരവ്. അതോ അപ്പോഴും മെക്സിക്കോയിലും ഉഗാണ്ടയിലും ഒക്കെ പോകുവാൻ കാണുമോ? അറമ്പറ്റ വാക്കുകൾ പറയാതെ മനുഷ്യ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ കാണും. ഉദ്ദേശിക്കുമ്പോൾ അവധിയും മറ്റും കിട്ടിയെന്ന് വരില്ല. എങ്കിലും സമയവും സന്ദർഭവും ഉണ്ടാക്കി നാട്ടിൽ വരികയും ബന്ധുജനങ്ങളെ സന്ദർശിക്കുകയും വേണം. ഇതുപോലുള്ള ഒരപ്പച്ചനെയും അമ്മച്ചിയെയും കാണാൻ കിട്ടുന്ന അവസരം, അവരോടൊത്ത് ചിലവഴിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായി കണക്കാക്കണം. പ്രാർത്ഥനയും നേർച്ചയും നടത്തി ഉണ്ടായ മകൻ ഒന്നിനെക്കൂടി ദൈവം തന്നില്ല. എല്ലാ സ്നേഹവും അവന് തന്നെ കൊടുത്തു. അതാണ് ഇത്രയും വിഷമം. 10 പലതും ഉണ്ടായിരുന്നുവെങ്കിൽ സാരമില്ലായിരുന്നു. നിങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആധുനിക യുഗത്തിൻ്റെ അഭിനിവേശങ്ങൾക്ക് പിന്നാലെയുള്ള പരക്കം പാച്ചിലാണ് മനുഷ്യരാശി ഇന്ന്. നെല്ലും പതിരും തിരിച്ചറിയാനുള്ള വേഗം കാണിക്കുന്നില്ല. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നതിനുള്ള
കാരണവും മറ്റൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അവരുടെ പാത സുഗമമാക്കുവാൻ, അവരുടെ ചേതനയിൽ പ്രകാശം പരക്കുവാൻ. പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നല്ലതാണ്. പ്രാർത്ഥന വാർദ്ധക്യത്തിൻ്റെ ബലമാണെന്നല്ലേ പ്രമാണം. കുട്ടികൾ വരുന്നില്ല എങ്കിൽ അടുത്ത എന്ത് എന്ന് ആലോചിക്കണം. എന്തു ചെയ്യാനാണ്? ഈ വീടിൻ്റെ മൂലയിൽ ഒതുങ്ങിക്കൂടുക, അത്ര തന്നെ. അടുത്ത ക്രിസ്മസിനെങ്കിലും എൻ്റെ എബിമോൻ്റെ കൈപിടിച്ചു പള്ളിയിൽ പോകാമെന്ന പ്രതീക്ഷയിൽ. ഉതുപ്പച്ചാൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താകില്ല. അവർ വരിക തന്നെ ചെയ്യും. എന്നാൽ അതുവരെ ഈ ദുഃഖവും നിരാശയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എനിക്ക് പാതിരാ കുർബാനയ്ക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കും. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഈ ഉടുപ്പും വിട്ട് എൻ്റെ എബിമോൻ എൻ്റെ കൈ പിടിക്കുന്നില്ല എങ്കിൽ ഞാൻ എങ്ങോട്ടുമില്ല. അതിനടുത്ത വർഷം വരെ കാത്തിരിക്കണ്ടേ? അപ്പോഴേക്ക് ഉടുപ്പ് ചെറുതായി പോവും. വേണ്ട, അടുത്ത വർഷം വരെ കാക്കേണ്ട. ഇന്ന് തന്നെ, ഈ രാത്രി തന്നെ ഉതുപ്പച്ചാൻ വാങ്ങിയ ഈ ഉടുപ്പ് ധരിക്കുവാൻ യഹോവ ഒരാളെ ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങനെ സാധിക്കും? കാട്ടുമരത്തിൻ്റെ കൊമ്പിൽ നിന്നും ആട്ടുകൊറ്റനെ നൽകുവാൻ കഴിവുള്ളവനായ യഹോവയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. എല്ലാം ഒരു നിമിത്തം പോലെ തോന്നുന്നു എനിക്കിപ്പോൾ. തെളിച്ചു പറഞ്ഞാലും സാറേ, എനിക്കെൻ്റെ എബിമോനെ കിട്ടുമോ? ഇങ്ങോട്ട് വരുന്ന വഴി അടുത്ത വീട്ടിൽ കയറിയിരുന്നു. അവിടെ ഞാൻ കണ്ടത് തൻ്റെ മകന് ഈ ക്രിസ്തുമസ് നാളിൽ ഒരു പുതുവസ്ത്രം വാങ്ങുവാൻ കഴിയാതെ പോയ ഒരു മാതാവിൻ്റെ പിടയുന്ന ഹൃദയമാണ്. ഗ്രേസിയുടെ കാര്യമാണോ സാറ് പറയുന്നത്? അതെ, ഗ്രേസിയുടെ മകൻ ബാബുമോൻ, ഉതുപ്പച്ചായൻ്റെ കൊച്ചുമകൻ്റെ അതേ പ്രായം. നിങ്ങൾ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഈ ഉടുപ്പ് അവന് കൊടുക്കുക. എന്നിട്ട് അവരെയും കൂട്ടി ആ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് പാതിരാ കുർബാനയ്ക്ക് പോകണം. സാറേ, അത് മറ്റൊന്നും വിചാരിക്കാനില്ല. തൻ്റെ അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കണം എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുവാനും അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുവാനും നമുക്ക് കഴിയണം. അവർ ഇത് സ്വീകരിക്കുമോ? ഗ്രേസി അഭിമാനിയാണ്. മറ്റാരുടെയും സഹായമില്ലാതെ അധ്വാനിച്ച് കുടുംബം പോറ്റുന്നവള്. അത് നിങ്ങളുടെ സമീപനം പോലെ ഇരിക്കും. ഇന്ന് അവർക്കിത് ആവശ്യമുണ്ട്. സ്നേഹപൂർവ്വം ഒരു മകളെപ്പോലെ നിങ്ങൾ സമീപിച്ചാൽ അവൾക്കിത് നിരസിക്കാൻ കഴിയില്ല. ഏലിയാമേ, നീ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരിക. ദാനിയേൽ സാർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഏറിയ പങ്ക് സ്നേഹവും സ്വാർത്ഥമാണ്. സ്വന്തമായിട്ടുള്ളതിനെ സ്നേഹിക്കുവാനാണ് മനുഷ്യന് വ്യഗ്രത. എന്നാൽ നിസ്വാർത്ഥമായി നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അത് ദൈവികമായി തീരുന്നു. അതെ, ഒരു വെളിപ്പാടകലെയുള്ള ആ കുഞ്ഞിനെ കാണാൻ ശ്രമിക്കാതെ അകലെ കഴിയുന്ന ചെറുമകനെ കാണാൻ വാശി പിടിക്കുന്ന ഞാനും സ്വാർത്ഥനാണ്. സ്വാർത്ഥത ഒരു മൂടുപടം പോലെ മനസ്സിലെ നന്മയെ മൂടിക്കഴിയുമ്പോഴാണ് പലവിധ അസ്വസ്ഥതയും ഉടലെടുക്കുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത്. അതാണ് പറയുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. ബാബുമോനെ, നിങ്ങൾ കയറി വന്നാട്ടെ. ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാരമെല്ലാം പോയി. കരോൾ പാർട്ടി നേരത്തെ വന്നപ്പോൾ ഞാൻ പാടാൻ സമ്മതിച്ചില്ല. വലിയ തെറ്റായിപ്പോയി. അവരെ കൊണ്ട് പാടിക്കണം. ഞാൻ അവരെ വിളിക്കട്ടെ?
മക്കളെ കയറി വാ, ഇവിടെയും ഒരു പാട്ട് പാടേ. ആ, എല്ലാവരും ഉണ്ടല്ലോ. എന്നാൽ ഒരു പഴയ പാട്ട് പാടേ. നമ്മുടെ പിള്ളേർ കുവൈറ്റുകാർ നടത്തിയ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ പാട്ട് പാടിയാട്ടെ. കൊട്ടുന്ന സാധനം ബാബുമോൻ്റെ കയ്യിലോട്ട് കൊടുക്ക്. അവൻ കൊട്ടാനൊക്കെ മിടുക്കനാ.